മാർച്ച് 15 ശനിയാഴ്ച. പതിവ് പോലെ ഒരു സാധാരണ ദിവസം. പക്ഷേ എനിക്കിന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. കാര്യം പിന്നെ പറയാം. അതിനു മുൻപ് ഒരു ഫ്ലാഷ് ബാക്ക്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബാക്ക് ബെഞ്ചർ ആയതുകൊണ്ട് വീട്ടുകാർക്ക് എന്നെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ട്യൂഷൻ എടുത്തും കല്യാണ പെണ്ണുങ്ങൾക്ക് മെഹന്തി ഇട്ട് നൽകിയുമെല്ലാം എൻ്റേതായ ഒരു സമ്പാദ്യം ഞാൻ അന്നേ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. 10+2 ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള ചിന്മയ മിഷൻ കോളേജിൽ BA എക്കണോമിക്സിന് ചേർന്നു. BA എക്കണോമിക്സ് പാസ്സായതിനു ശേഷം ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഓഫീസിൽ ജോലിക്ക് കയറി. അവിടെ നിന്നുകൊണ്ട് തന്നെ MA എക്കണോമിക്സ് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാനായിട്ട് തയ്യാറായി. അത് പൂർത്തിയാക്കാതെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷം 7 വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും ഒരു പഠനത്തിന് തുനിഞ്ഞാലോ എന്നൊരാഗ്രഹം വന്നത്. അങ്ങനെ പ്രൊഫഷണൽ കോഴ്സായ DED ചേർന്നു. ഒരു അധ്യാപികയാകാൻ മോഹിച്ചുവെങ്കിലും അധ്യാപിക ആയില്ലെങ്കിലും അത് ലൈഫിലെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ടീച്ചിങ് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും അധ്യാപനത്തിലേക്ക് തിരിയാതെ ഞാൻ എത്തപ്പെട്ടത് മാധ്യമരംഗത്താണ്. 6 വർഷമായി ചെയ്യുന്ന ജോലിയിൽ 2ാമത്തെ അംഗീകാരമാണ് മാർച്ച് 15-ാം തീയതി ശനിയാഴ്ച ഞാൻ ഏറ്റുവാങ്ങാൻ പോകുന്നത്. ചാലക്കുടി പ്രസ് ഫോറത്തിൻ്റെ ജില്ലാ മാധ്യമ പുരസ്കാരം മികച്ച വാർത്താ അവതാരക എന്ന വിഭാഗത്തിലാണ് ഞാൻ അവാർഡ് നേടിയത്. ആ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും കൂടി പുറപ്പെട്ടത്. എൻ്റെ സഹപ്രവർത്തകരും ഫാമിലിയും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ മാത്രം പ്രയത്നത്തിലല്ല. സഹപ്രവർത്തകരുടെ സപ്പോർട്ടും കഠിനാധ്വാനവും ഇതിന് പിന്നിലുണ്ട്. ഈ അവാർഡിന് അവരും കൂടി അർഹരാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷനുണ്ട്. അതിലെത്തപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വിജയം ഉറപ്പാണ്. പക്ഷേ ആ വഴി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് വിഷമകരമായിരിക്കും. എങ്കിലും അതിൽ നിന്നും പിന്മാറാതെ ഉറച്ചു നിന്നാൽ വിജയം സുനിശ്ചിതമായിരിക്കും. മൺമറഞ്ഞു പോയ മാധ്യമപ്രവർത്തകരുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചാലക്കുടി പ്രസ് ഫോറം ഏർപ്പെടുത്തിയ അവാർഡുകളാണ് ഇന്നിവിടെ സമർപ്പിക്കുന്നത്. എന്നെ കൂടാതെ അവാർഡുകൾ നേടിയ ഒരുപാട് ജേതാക്കളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ബിന്ദു അവറുകളുടെ കയ്യിൽ നിന്നുമാണ് ഞാൻ അവാർഡ് ഏറ്റുവാങ്ങിയത്. വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ള ഒരു നിമിഷങ്ങളായിരുന്നു ഇപ്പോൾ സമ്മാനിച്ചത്. എങ്കിലും മനസ്സിൽ കുറച്ച് തീയായിട്ടാണ് ഞാൻ ആ സ്റ്റേജിലേക്ക് കയറിപ്പോകുന്നത്. ലൈഫിൽ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുമെന്ന് വിചാരിച്ച ഒരു സിറ്റുവേഷനിലാണ് ഞാൻ മാധ്യമരംഗത്ത് എത്തപ്പെടുന്നത്. ചെയ്യുന്ന ജോലിയിൽ ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിനുവേണ്ടി കട്ടയ്ക്ക് സപ്പോർട്ട് നിന്ന സഹപ്രവർത്തകരോടും ഫാമിലിയോടും നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. ചാലക്കുടി പ്രസ് ഫോറത്തിൻ്റെ പ്രണാമം 2025 പരിപാടിയിൽ അവാർഡ് നേടിക്കൊണ്ട് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ചാലക്കുടി പ്രസ് ഫോറത്തിനോടും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ അഭിമാന നിമിഷം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുകയാണ്. കൊല്ലാടിക്കൽ രാജൻ സ്മാരക വാർത്താവതാരക പുരസ്കാരം വനിതാ വിഭാഗം സ്വീകരിക്കുന്നതിന് വേണ്ടി ചേലക്കര CCVയിലെ ശ്രീമതി ധന്യ മണികണ്ഠനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ചാലക്കുടി പ്രസ് ഫോറം പ്രണാമം 2025 പരിപാടിയിൽ ഒരു അവാർഡ് നേടിക്കൊണ്ട് ഇതിലൊരു അംഗമാവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. 2ാം തവണയാണ് ഈ അവാർഡിന് അർഹയായത്. അത് ഏറ്റവും വലിയ സന്തോഷം തരുന്നു. പിന്നെ വനിതകളാണ് ഇതിൻ്റെ സംഘാടകർ എന്നറിഞ്ഞു ഈ വർഷത്തെ. അപ്പോൾ അതിലൊരു വനിതയായിക്കൊണ്ട് തന്നെ വന്ന് അവാർഡ് നേടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ എത്തുമെന്ന് ഞാൻ അതുവരെ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ആ നിലയിലെത്തി കർമ്മ മേഖലയിൽ ഒരു അംഗീകാരം ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് കാണുന്നു. ചാലക്കുടി പ്രസ് ഫോറത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും സംഘാടകർക്കും ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങിയ എല്ലാ ജേതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.
ശ്രീ ആൻഡോ കല്ലേരിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ക്ഷമാപണം നടത്തിക്കൊണ്ടാണ് എൻ്റെ മുന്നിൽ